ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റിൻ്റെ ബേസിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഫുട്ബോളിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നിലവിൽ കുറവായിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗെയിമിൽ ആഡ് ആക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് ആഡ് ആക്കി കൊള്ളാൻ തോന്നിയേക്കുന്നത്, ഞാനിപ്പോൾ കറൻ്റ് കളിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് അഡ്വാൻസ് കൺട്രോൾ തന്നെയാണ്. ഈ ഒരു ടച്ച് ആൻഡ് ഫ്ലിക്ക് എന്ന് പറയും. ഈ ഒരു കൺട്രോളിൽ കുറച്ചുകൂടി നമുക്ക് ഷൂട്ടിങ്ങിന് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫീച്ചർ ആഡ് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം നിലവിൽ ഒരു ഡബിൾ ടാപ്പിൽ ഷൂട്ട് ചെയ്യാന്നല്ലാതെ ഒരു സ്റ്റണിംഗ് ഷോട്ട് അടിക്കാനോ അല്ലെങ്കിൽ ഒരു കേർവ് ഷോട്ട് അടിക്കാനോ നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അഡ്വാൻസ് കൺട്രോളിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്വാൻസ് കൺട്രോൾ കളിക്കുന്ന പ്ലേയേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള എന്തെങ്കിലും കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരണം. ഡിഫൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. അഡ്വാൻസ് കൺട്രോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡിഫൻസിൽ എനിക്ക് തോന്നുന്നു ക്ലാസിക് കൺട്രോളിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് അഡ്വാൻസ് കൺട്രോളാണ്. അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ക്ലാസിക് കൺട്രോൾ തന്നെയാണ്. പക്ഷേങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കൺട്രോളും കാര്യങ്ങളൊക്കെ അഡ്വാൻസിൽ ആഡ് ആക്കി കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് കൺട്രോളിൽ കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു ഫീച്ചർ ആഡ് ആക്കി കൊള്ളാമെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്, നമ്മളൊരു പ്ലെയറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകിച്ച് ഒരു ആനിമേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഔട്ടായി പുതിയ പ്ലേയേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടാൻ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് ആനിമേഷനും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ ആയാലും നമ്മുടേതായാലും ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും, കുറച്ചും കൂടി ആവേശവും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയാൽ മതി. നിങ്ങളൊരു ബെസ്റ്റ് കാർഡിനെ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലെയറെ നിങ്ങൾ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കാൻ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കൺസീഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ആ ഒരു പ്ലെയറെ നിങ്ങൾ ഇറക്കുന്ന ടൈമിൽ ആ ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഓപ്പോണൻറ്റും ഒരു ഗ്ലിച്ച് ആയിട്ടുള്ളൊരു കാർഡ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരണം. നമുക്ക് വീക്ക്ലി ഉള്ള അപ്ഡേറ്റിൽ അത്യാവശ്യം കുറച്ച് കോയിൻ ഇവൻറ്റും കാര്യങ്ങളൊക്കെ മാത്രമാണ് വരുന്നത്. കുറച്ചും കൂടി കോമ്പറ്റേറ്റീവ്, അതുപോലെ തന്നെ കുറച്ചുകൂടി റിവാർഡൊക്കെയുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ട്. നെക്സ്റ്റ് ഒരു കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്, മറ്റൊന്നുമല്ല നമ്മുടെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നൊരു കേസ് തന്നെയാണ്. മസ്റ്റായിട്ടും കൊണാമി ഈ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നില്ല. എന്ത് തന്നെയായാലും ഈ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. കാരണം നമ്മുടെ ഈ ഫുട്ബോൾ യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റിങ്ങിൻ്റെ ബേസിലൊക്കെ ഇമ്പോർട്ടൻറ്റ് മാച്ചസ്, അതായത് ഡിവിഷൻ മാച്ചിലൊക്കെ ഇതുപോലുള്ള സ്ക്രിപ്റ്റിങ്ങിൻ്റെ ബേസിൽ മാത്രം ഒരു തോൽവിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ലോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ കുറച്ചൊരു മയവും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊണാമി കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. നെക്സ്റ്റ് ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ നെർഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ നെർഫിങ്ങിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങളത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ കയറി നോക്കുക, ആ ഒരു വീഡിയോ അവൈലബിൾ ആണ്. സോ നെർഫിങ്ങിൻ്റെ കാര്യത്തിൽ നെർഫിങ് തീർച്ചയായിട്ടും കൊണാമിയുടെ ഒരു ബിസിനസ്സാണ്. പുതിയ പുതിയ കാർഡുകൾ വരുമ്പോൾ പഴയ കാർഡിൻ്റെ ഒരു പവറും കാര്യങ്ങളും കുറയ്ക്കുന്നത് തീർച്ചയായിട്ടും കൊണാമിയുടെ ഒരു ബിസിനസ്സാണ്. പുതിയ കാർഡുകൾ കോയിനും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ വാങ്ങിക്കാനുള്ള ഒരു തന്ത്രം തന്നെയാണ്. ഇതെന്ത് തന്നെയായാലും കൊണാമി ചേഞ്ച് ആക്കാൻ പോകുന്നൊന്നുമില്ല. പക്ഷേങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 1 ഇയർ എങ്കിലും ആ ഒരു കാർഡിനെ, അല്ലെങ്കിൽ നമ്മൾ കോയിനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫ്രീ ട്രയൽ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഫ്രീ കാർഡാണെങ്കിൽ പോലും 1 ഇയറെങ്കിലും നമ്മൾ ആ ഒരു കാർഡിനെ എടുത്ത ശേഷം കളിപ്പിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ വന്നൊരു പവറിൽ തന്നെ കളിപ്പിക്കാൻ പറ്റണമെന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ന്യായമായ കാര്യം തന്നെയാണ്. നമുക്ക് മുന്നേ കോൺട്രാക്ട് റിന്യൂവലിൻ്റെ ആ ഒരു ടോക്കണും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ 1 ഇയർ കഴിയുന്ന ടൈമിൽ ആ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ എൻഡ് ആവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ഫുട്ബോൾ. ഇപ്പോഴാണ് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് നമുക്കൊരു പ്ലെയറെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര കാലം വരെയും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഈ ഫുട്ബോൾ എത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു കോൺട്രാക്ട് ടിക്കറ്റ് ഉള്ള ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു 1 ഇയർ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഓരോ കാർഡിനും ഉള്ള ടൈമിൽ ഈ ഒരു നെർഫിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി മയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. പക്ഷേങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാർഡിൻ്റെ ആ ഒരു വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ കൊണാമി കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞ് അൺലിമിറ്റഡ് ആക്കിയ ഈ ഒരു ടൈമിൽ നമ്മുടെ ഗെയിമിൽ കൊണാമി ഈ ഒരു നെർഫിങ്ങിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സിനും ഒരുപാട് മാനേജേഴ്സിനും ഇതുപോലെ നെർഫ് ചെയ്യുന്നു. പ്രത്യേകിച്ചും 25 വേർഷനിൽ ഈ ഒരു കാര്യം വളരെ കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു മാനേജേഴ്സിൻ്റെ കാര്യത്തിൽ പോലും നെർഫിങ് കാര്യങ്ങളൊക്കെ ഈയിടെയായിട്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു വീക്കിൽ ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് തന്നെ കൊണാമി പുതിയ മാനേജർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പുതിയ മാനേജർ സെയിം ടാറ്റിക്സിൽ പുതിയ മാനേജർ വരുന്ന ടൈമിൽ ഓൾറെഡി വന്ന മാനേജേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത മാനേജേഴ്സിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കുറവ് വരുന്നതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്, അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ മാനേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കൊണാമി ഒരുപാട് മാനേജേഴ്സിനെ നമുക്ക് തരുന്നുണ്ടല്ലേ.
ഈ ഒരു മാനേജേഴ്സ് തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൂസ്റ്ററിൻ്റെ എണ്ണത്തിലും അതുപോലെ തന്നെ ബൂസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റിക്സ് അല്ലെങ്കിൽ ഗെയിം പ്ലേയുടെ കാര്യത്തിലും വ്യത്യാസം വരുന്നുണ്ട്. ലോങ് ബോൾ കൗണ്ടറിൻ്റെ മാനേജേഴ്സിനെ തരുന്നുണ്ട്, അതുപോലെ തന്നെ QCയുടെ മാനേജേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 2 ടാറ്റിക്സ് അല്ലെങ്കിൽ 2 ഗെയിം പ്ലേക്കുള്ള മാനേജേഴ്സിനെ കൊണാമി തരുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു മാനേജേഴ്സ് തമ്മിൽ സെയിം ടാറ്റിക്സ് ഉള്ള മാനേജേഴ്സ് തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗെയിമിൽ അത്രത്തോളം ഫീൽ ചെയ്യുന്ന രീതിയിൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൊണാമി നമ്മുടെ മാനേജേഴ്സിൻ്റെ കാര്യത്തിൽ റിയൽ ഗെയിമിൽ അവരെങ്ങനെയാണോ ഗെയിം മാനേജ് ചെയ്യുന്നത് കുറച്ചുകൂടി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ വരുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജേഴ്സിൻ്റെ കാര്യത്തിലും വരുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ക്വിക്ക് കൗണ്ടറിൻ്റെ തന്നെ 2-3 മാനേജേഴ്സിനെ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു 3 മാനേജേഴ്സിനും നമ്മുടെ ബൂസ്റ്ററിൻ്റെ വ്യത്യാസങ്ങളല്ലാതെ മറ്റൊരു വ്യത്യാസങ്ങളും നമ്മുടെ ഗെയിമിൽ അത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേങ്കിൽ പ്ലേയേഴ്സിൻ്റെ കേസിൽ ഓരോ പ്ലേയേഴ്സും സെയിം പ്ലേയിങ് സ്റ്റൈൽ ആണെങ്കിൽ പോലും അവരുടെ മൂവ്മെൻറ്റിലും അവരുടെ സ്കിൽസിലും അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവിലും നെഗറ്റീവിലും എല്ലാം മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാനേജേഴ്സിൻ്റെ കേസിലും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലീഗിൽ അല്ലെങ്കിൽ ഡിവിഷൻ മാച്ചസിൽ കുറച്ചുകൂടി നല്ല റിവാർഡുകൾ തരണം എന്നുള്ളതാണ്. കാരണം റാങ്ക് പുഷും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിവിഷൻ മാച്ചിൽ അത്യാവശ്യം കളിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന പ്ലേയേഴ്സിന് അറിയാൻ സാധിക്കും എത്രത്തോളം ടഫാണ് അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡാണ് നമുക്കൊരു അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡിവിഷൻ മാച്ചസിൽ ഉണ്ടാക്കുക എന്നുള്ളത്. സോ നമുക്ക് ന്യായമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിവാർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ലീഗ് മാച്ചിൽ അല്ലെങ്കിൽ ഡിവിഷൻ മാച്ചസിൽ തരണം എന്നുള്ളതാണ്. നമ്മളൊരു ഡിവിഷൻ 1 ഒക്കെ അച്ചീവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ഒരു സീസൺ എൻഡ് ആവുന്ന ടൈമിൽ അല്ലെങ്കിൽ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ന്യായമായിട്ടുള്ള എന്തെങ്കിലും റിവാർഡും കാര്യങ്ങളും കോയിൻ റിവാർഡോ അതുപോലെ തന്നെ ഡിഫറൻറ്റ് റാങ്കും കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ച് നല്ല റിവാർഡ്സും കാര്യങ്ങളൊക്കെ അതായത് മുന്നേ വന്നു പോയ എപ്പിക് കാർഡുകളോ അല്ലെങ്കിൽ നമ്മുടെ റാങ്കിൻ്റെ ബേസിൽ കോയിൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും റിവാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റാങ്ക് പുഷും കാര്യങ്ങളൊക്കെ ചെയ്യാനും അക്കൗണ്ട് ബിൽഡ് ചെയ്യാനും കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് കൊണാമി ഓരോ അപ്ഡേറ്റിലും ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ കൊണ്ടുവരും എന്നുള്ളതാണ്. എന്ത് തന്നെയാലും ഫ്യൂച്ചറിൽ ഈ ഒരു കാര്യങ്ങൾ മുഴുവനായിട്ട് ആഡ് ആക്കിയില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏതൊക്കെ ഫീച്ചേഴ്സാണ് ആഡ് ആക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത്? ഏതൊക്കെ കാര്യങ്ങളാണ് ഗെയിമിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുകയാണ്. സോ ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.